ഇതാ നിങ്ങൾക്ക് കല്യാണം കഴിക്കാത്ത എത്ര പെങ്ങന്മാരുണ്ട്? 2 പെങ്ങന്മാര്. അത് പെണ്ണാനൊന്നും നേരില്ല. 2000 ഉണ്ടാവും. പാവം പെൺകുട്ടികള് കഴിച്ചതാവട്ടെ. എവിടുന്ന് കിട്ടി ഇത്രയും രൂപ? എടോ നമ്മൾ രണ്ടാളും കൂടിയല്ലേ രാവിലെ പുരേന്ന് പുറത്തിറങ്ങിയത്. നമ്മൾ പുരേ താമസിക്കുന്ന തള്ളന്റെ പേരെന്താണ്? ആര്? പങ്കാച്ചിയോ? പങ്കാച്ചിക്ക് പങ്കാച്ചി. പൈസ ഇട്ട് ഇതൊക്കെ മറന്നു. അല്ല അതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഈ തള്ളനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ട് അപ്പൊ ഒരാൾ ചോദിച്ചു ഈ റാക്ക് ഷാപ്പിൽ അവിടെ ഒന്ന് വിട്ടുതരും. ചെറിയൊരു ഓട്ടാണ്. അയാൾ റാക്ക് ഷാപ്പിന്റെ അവിടെ വിട്ട് നമ്മൾ വളർന്ന് ഇങ്ങോട്ട് തിരിയുമ്പോ മൊത്ത് നമ്പൂരിച്ച വഴിന്നൊരു പിടിയാണ്. ഓനെ മൊയ്തുട്ടിയേ. ആരത്? അതാണ് നമ്മൾ തിരിഞ്ഞു നോക്കും. ആരാന്നറിയ? പടച്ചോനെ 10-12 അടി ഉയരും. കയ്യും കാലൊക്കെ ഇപ്പൊ അണ്ണാണ്. എല്ലാം നടന്ന് നമ്മൾ അടുത്ത് വന്നിട്ട് ഒട്ടാകി ഒന്ന് നോക്കി. എന്നിട്ട് പടച്ചോൻ പറയാണ് ഇന്നലെ രാവിലെ നീ പടച്ചോനെ എന്ന് വിളിച്ചത് ഞമ്മക്ക് പെരുത്ത് ഇഷ്ടായി. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ എന്നെ കാണാനും വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നത്. പടച്ച ആകാശത്തേക്ക് കൈ പൊന്തിച്ചപ്പോ ഈ പടച്ചോന്റെ കയ്യിൽ ഈ ബാഗ്. ഇത് ഞമ്മളെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് പറയാ ഇഷ്ടംപോലെ കോഴി ബിരിയാണി വെച്ചിട്ട് ചാകടാന്ന്. രണ്ടാമത് ആലോചിക്കാനുള്ള സമയം നമ്മൾ പടച്ചോന് കൊടുത്തത്. ഇത് 2000 ഉണ്ടാവും. അല്ല ഇതെന്തത്ര കടനോട്ടാ? പടച്ചോ ഞമ്മള് ചാമ്പിയോ? അല്ല ഹാജി മൊയ്തീൻ എവിടുന്ന് കിട്ടി ഇത്രയും രൂപ? അത് മോനെ കൈ പിടിച്ച് ഓടിക്കില്ലെന്ന്. ആക്സിഡന്റ് കൊടുക്കുന്ന കൈ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ അത് പടച്ചോനെ. പടച്ചോനെ? രാവിലെ തന്നെ പടച്ചോനും ഭാര്യയും കുട്ടികളും ഫുൾ ഫാമിലി ആയിട്ട് നമ്മൾ ഓട്ടോറിക്ഷ കയറി. എന്നിട്ട് ഈ ബാഗ് ആയി തന്നാ? എന്നിട്ട് ഈ രൂപ എടുത്തോളാൻ പറഞ്ഞു. കല്യാണം കഴിച്ചാ? കർത്താവായ യേശു ക്രിസ്തുവിന് സ്തുതി. ചാക്കോ കുഞ്ചറിയ, ചെറിയ തോട്ടത്തിൽ ബംഗ്ലാവ്, പന്നിയങ്കര, കോഴിക്കോട്. ഇത് പടച്ചോന്റെ അഡ്രസ്സാ? അതിപ്പോ ഞമ്മക്ക് എങ്ങനെ അറിയാം? എന്റെ മകൾ കുഞ്ഞുമകളും തിരുവല്ല പുത്തംപുരിക്കൽ ബംഗ്ലാവിൽ. വാ വാ. വീണിട്ട പൈസ നിങ്ങൾക്കെല്ലാം പങ്കിട്ടരാൻ വന്ന ഇന്ന് വേണം ചെരുപ്പിട്ട് തയ്ക്കാൻ. അതെ അതെ, അടങ്ങിയിരുന്നോണം. ഓടുന്ന വണ്ടി എന്താന്ന്? എന്നാ തൂപ്പ് തുടച്ചാളട്ടാ. ഞമ്മക്ക് ഇനിയും പൈസ വീണിട്ടോട്ടാ. അപ്പൊ ഇങ്ങളെയും പറ്റിച്ച് ദുബായി പോയി ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ കള്ളക്കടത്ത് നടത്തി അവിടുന്ന് അറബിനെയും പറ്റിച്ച് സ്വർണ്ണ ബിസ്ക്കറ്റ് കയറ്റിലിട്ട് ഞമ്മക്ക് ഇങ്ങോട്ടൊരു വരവ്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടാ അറിയാം. ഓട്ടോറിക്ഷ ഓട്ടിച്ച് ക്ലച്ചും പോയി ബ്രേക്കും പോയി ക്ഷയം പിടിച്ച് പിച്ചക്കാരമാര് ചികിത്സിക്കാൻ പൈസ ഇല്ലാന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞമ്മളെ വരവ്. അപ്പൊ മൊയ്തുട്ടിക്ക ഒരു ബിസ്ക്കറ്റ് തരിക. അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് തരില്ലട്ടാ. എന്ത് ബിസ്ക്കറ്റ് തരുന്നറിയാം? പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ്. അത് തന്നെ താനങ്ങ് തിന്നോണ്ടാ മതി കേട്ടാ. കുത്തരുത് കേട്ടാ. അങ്ങോട്ട് പറഞ്ഞ അവിടെ ആരൊക്കെ ഉണ്ട്? ഞാനില്ല. ഇത് തന്നെ. ചെറിയ തോട്ടത്തിൽ ബംഗ്ലാവ് ഇതാണോ? ഇത് തന്നെ. എന്ത് വേണം? ഞങ്ങൾക്കൊന്നും വേണ്ട. ചുമ്മാ കുഞ്ചെറിയ അവന്റെ അപ്പനാ തായിരിക്കുന്നു. അമ്മാവാ, ഒരു ബാങ്ക് കുറെ രൂപയും കളഞ്ഞു പോയോ? പോയി മോനെ, 20,000 രൂപ. പോയിട്ടൊന്നുമില്ല, കരയണ്ട. അവൻ കൊടുക്ക. നിക്കട്ടെ. ഇതാണോ? ഇത് തന്നെ. എന്ത് തന്നെയാന്ന്? ഇതിപ്പോ എല്ലാവർക്കും പറഞ്ഞൂടെ ഞമ്മളാണ് എന്തോ ഒരു അടയാളം പറയും. എന്ത് അടയാളം? ഇതിനകത്ത് നോട്ടില്ല. അതിൽ ഏതെങ്കിലും നമ്പർ പറയും. 1999. ചുമ്മാ എന്റെ കർത്താവിനൊക്കെ പിന്നെ വിളിക്കാം. ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കി. അതെന്തോ എണ്ണി നോക്കാനാ? നിങ്ങളൊക്കെ നമ്മുടെ ഓട്ടോയിൽ സവാരി ചെയ്തിട്ട് എന്തെങ്കിലും മറന്നിട്ടേച്ച് വയ എടുത്തു വെക്കും. അന്വേഷിച്ച് വന്നാൽ കൊടുക്കും. ഇതിലിപ്പോ അഡ്രസ് ഉള്ളതുകൊണ്ട് കൊണ്ടു തന്നു. അണ്ടാന്റെ പൈസ എടുത്ത് കോഴി ബിരിയാണി കഴിച്ചാലേ ഞമ്മക്ക് എന്താ പറഞ്ഞത്? ദഹിക്കില്ലെന്ന്. അല്ല അങ്ങനെ പോയാലോ? വിളിച്ചാ? എന്റെ പേര് സണ്ണി. ഞാൻ പട്ടാളത്തിലാ. തിരിച്ചു തന്നേ.
പെങ്ങളുടെ കല്യാണത്തിന് വന്നതാ. ഓഹോ അപ്പൊ ഇത് പറയാൻ അങ്ങോട്ട് വിളിച്ച് അല്ല നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് അല്ലേ കൂടിയിട്ട് പോകാം. കൂടിയിട്ടെന്ന് പറഞ്ഞാ കീടം കീടം. അതെ അതെ. ശരി, എന്നാ ചേട്ടന് ഇഷ്ടം പോലെ. ഞങ്ങൾക്ക് കഴിവില്ല, എന്നാലും ചേട്ടൻ പറയുമ്പോ അയ്യോ. ഓ കോഴിക്കോട് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്